ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ദയാലുവായ ഒരു ദൈവഭക്തനായിരുന്നു ബില്ലി ബ്രേ. ആവശ്യത്തിലിരിക്കുന്നവർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. ഒരു ദിവസം തൻ്റെ തുച്ഛമായ ശമ്പളവുമായി ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബില്ലി ഒരു സ്നേഹിതനെ അവൻ്റെ ഭവനം സന്ദർശിക്കുവാനിടയായി. സ്നേഹിതൻ്റെ ബുദ്ധിമുട്ടും ആവശ്യവും മനസ്സിലാക്കി ബില്ലി തൻ്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ പണവും അയാൾക്ക് കൊടുത്തു. വീട്ടിലെത്തി നടന്ന സംഭവങ്ങൾ വിവരിച്ചപ്പോൾ ബില്ലിയുടെ ഭാര്യയ്ക്ക് പക്ഷേ അതൊട്ടും ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തിലാണ് ദൈവവിശ്വാസം തീരെയില്ലാത്ത ആ സ്ത്രീ പ്രതികരിച്ചത്. തങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം തികയുകയില്ല എന്നായിരുന്നു അവരുടെ പരാതി. ഭാര്യയെ സമാധാനിപ്പിച്ച ശേഷം ബില്ലി ബ്രേ ഒരു സ്നേഹിതനെ സമീപിച്ച് കുറച്ച് പണം കടം വാങ്ങി. അതുമായി മടങ്ങുന്ന വഴിയിൽ ആവശ്യത്തിലിരിക്കുന്ന മറ്റൊരു ക്രൈസ്തവ സഹോദരനെയും കണ്ടുമുട്ടി. അവൻ്റെ ഞെരുക്കം കണ്ട ബില്ലി മറ്റൊന്നും ആലോചിക്കാതെ കടം വാങ്ങിയ പണം മുഴുവൻ അവന് കൊടുത്തു. ഇതറിഞ്ഞ ബില്ലിയുടെ ഭാര്യയ്ക്ക് ദേഷ്യം സഹിക്കാതെയായി. ഭാര്യയുടെ ശകാരം ക്ഷമയോടെ സഹിച്ച ബില്ലി പ്രസന്നനായി പറഞ്ഞു, ദൈവത്തിന് കൊടുത്ത കടം വീട്ടുവാൻ അവൻ താമസിക്കുകയില്ല. പക്ഷേ ഭർത്താവിൻ്റെ ഈ വാക്കുകൾ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ ഭാര്യ തയ്യാറായില്ല. 2 ദിവസത്തിനുള്ളിൽ ബില്ലി സ്നേഹിതർക്ക് നൽകിയ തുകയുടെ ഇരട്ടി അദ്ദേഹത്തിന് ദാനമായി ലഭിച്ചു. ആ തുക ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ബില്ലി ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് കൊടുത്ത കടം വീട്ടുവാൻ അവൻ താമസിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതാ 100% പലിശയോടുകൂടെ കൊടുത്ത തുക അവൻ തിരികെ തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ആവശ്യത്തിലിരിക്കുന്ന മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയാതെ വണ്ണം മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ ബില്ലി ബ്രേയെ പോലെ ആവശ്യത്തിലിരിക്കുന്നവരെ അടുത്തറിയുവാനും അവർക്ക് ആവശ്യമായ കൈത്താങ്ങൽ നൽകുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.